എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഖി നഖി രക്ഷതേ ഡൃഗിംകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 15. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദപനമുഞ്ജത്യാശാപിണ്ഡം. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദമിനമുഞ്ജത്യാശാപിണ്ഡം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അംഗം ഗളിതം ദേഹം ചുക്കിച്ചുളിഞ്ഞ, ഫലിതം മുണ്ടം തലനരച്ച, ദശനവിഹീനം ജാതം തുണ്ടം വായിൽ പല്ലില്ലാത്ത, വൃദ്ധൻ ദണ്ഡം ഗൃഹീത്വായാതി വടി കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. തദപി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആശാപിണ്ഡം ന മുഞ്ചതി ആഗ്രഹങ്ങളുടെ മറപ്പ് വിടുന്നില്ല. ഇന്ദ്രിയ വിഷയങ്ങൾ ഭുജിക്കാനുള്ള തൃഷ്ണ അതിപ്രബലമാണെന്നും അതിന് അറുതിയില്ലെന്നും ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. ചെറുപ്രായം, ചോരത്തിളപ്പ്, നല്ല ആരോഗ്യം ഇവയൊക്കെ ഒരു യുവാവാണെന്നിരിക്കട്ടെ, ഭോഗേച്ഛ സ്വാഭാവികമാണ്. മുഴുവനും ന്യായീകരിച്ചുകൂടാ എങ്കിലും അയാളുടെ അഭിലാഷങ്ങളെ അനുഭാവപൂർണം മനസ്സിലാക്കാവുന്നതാണ്. ഇന്ദ്രിയങ്ങളുടെ വശ്യമോഹന ശക്തിയിൽ അയാൾ ഭ്രമിച്ചു പോകുന്നതിൽ അതിൽ അസാധാരണത്വമൊന്നുമില്ല. എന്നാൽ ഇവിടെ സ്ഥിതി അതല്ല. വാർദ്ധക്യം മൂലം ചോരയും നീരും വറ്റി നേരെ നിൽക്കാൻ പോലും ശക്തിയില്ലാത്തായി തീർന്ന ശരീരത്തിൻ്റെ ദയനീയ നിലയാണ് ഈ ശ്ലോകം വരച്ചു കാണിക്കുന്നത്. അവയവങ്ങൾ ചുക്കിച്ചളിഞ്ഞു, തലമുടി നരച്ചു, വായിൽ ഒരു പല്ല് പോലുമില്ല. വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ഒരു വൃദ്ധൻ പോകുന്നു ഭോഗവസ്തുക്കളുടെ നേരെ. മതിയോ കൊതിയോ ഒന്നും ഈ സ്ഥിതിയിൽ അയാൾക്കുണ്ടാവാൻ തരമില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ആഗ്രഹങ്ങളുടെ മാറാപ്പ് അയാളെ ഇനിയും വിടുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ പരവശനാക്കുകയും ചെയ്യുന്നു. കാരണം മനസ്സ് കൊതിക്കുന്നു, ബുദ്ധി ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ നിറവേറ്റാനുള്ള ശക്തി അല്ലെങ്കിൽ ശേഷി ദേഹത്തിനില്ലതാനും. കാരാഗൃഹവാസം പോലെ അസ്വതന്ത്രവും പരിതാപകരവുമായ ജീവിതം. ഇരുമ്പഴികൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് സ്വന്തം വീട്ടിലിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് ദുഃഖിക്കാനല്ലാതെ അവരുടെ സമീപത്തെത്താൻ ജയിൽ പുള്ളിക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ. മനസ്സിനെ കലക്കി മറിച്ചുകൊണ്ട് ഉള്ളിലുയരുന്ന നിറവേറ്റപ്പെടാനാവാത്ത ആഗ്രഹങ്ങളുടെ ആഘാതമേറ്റ് ഉലഞ്ഞു വലയുന്ന വൃദ്ധൻ്റെ ദുഃഖപൂർണമായ ജീവിതയാത്ര ദയനീയം തന്നെ. തുടക്കത്തിൽ തന്നെ ആഗ്രഹങ്ങളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുക എന്നതാണ് ശാന്തി കൈവരിക്കാനുള്ള ഒരേ ഒരു ഉപായമെന്നും ചെറുപ്പത്തിലെ ഇങ്ങനെ ജീവിക്കാൻ ശീലിച്ചാൽ അതൊരു സ്വഭാവമായി തീരുമെന്നുമാണ് ഈ പ്രസ്താവനയിൽ അന്തർഭവിച്ച സൂചന. അങ്ങനെയായാൽ യൗവനം കഴിയുന്നതോടെയെങ്കിലും പക്വത നേടി മനസ്സമാധാനത്തോടെയും സംതൃപ്തിയോടെയും വാർദ്ധക്യകാലം കഴിക്കാം. ദേഹം വളരുന്നതോടൊപ്പം വളരുന്ന തൃഷ്ണ ദേഹം ജീർണിക്കുമ്പോൾ ജീർണിക്കുന്നതിന് പകരം താരുണ്യം പ്രാപിച്ച് വരുന്നതാണ് അനുഭവം. വിഷയങ്ങൾ ഭുജിച്ച് ദേഹത്തിൻ്റെ ഓജസ് വിഷയങ്ങൾ കിട്ടിയാലും ഭുജിക്കാൻ കഴിവില്ലാതായും തീരുന്നു. എന്നാൽ അനിയന്ത്രിതമായ ജീവിതം നയിച്ച് ശീലിച്ച് മനസ്സ് വാർദ്ധക്യത്തിൽ ബലഹീനമായ ദേഹത്തെ നിഷ്കരുണം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യുവാവ് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സുമനോഹരമായ ചിത്രം ഈ ശ്ലോകം വരച്ചു കാട്ടുകയാണ്. പ്രായം ദേഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ അതേ ക്രമത്തിൽ തന്നെയാണ് ഇതിലെ വരികൾ നിബന്ധിച്ചിരിക്കുന്നത്.
വാർദ്ധക്യം പിടിപെട്ടാൽ അവയവങ്ങൾ ജീർണിക്കുന്നു, അംഗം ഗളിതം, തുടർന്ന് തല നരയ്ക്കുന്നു, ഫലിതം മുണ്ടം, ക്രമേണ പല്ലുകൾ കൊഴിയുകയായി, ദശനവിഹീനം ജാതം തുണ്ടം, ദേഹത്തെ നേരെ നിർത്താൻ നട്ടെല്ലിന് ശക്തിയില്ലാതാവുന്നു. നിവർന്നു നിൽക്കണമെങ്കിൽ ഒരു ഊന്നുവടി വേണം. വടിയും കുത്തിപ്പിടിച്ച് വിറയ്ക്കുന്ന കാലുകളോടെ നടന്നു നീങ്ങുന്ന വൃദ്ധൻ്റെ ചിത്രം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം അഹോ എത്ര പരിതാപകരം. ഇങ്ങനെയൊക്കെ ആയിട്ടും ആഗ്രഹങ്ങളുടെ മാറാപ്പ് ഇറക്കി വയ്ക്കാൻ മനുഷ്യനാവുന്നില്ലല്ലോ. ദേഹം ശ്മശാനത്തോടടുക്കും തോറും ആഗ്രഹങ്ങൾ പെരുകുന്നതായാണ് കാണുന്നത്. അഹോ മായയുടെ വ്യാമോഹശക്തി. തോടകാചാര്യരാണ് ഈ ശ്ലോകത്തിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.